മഴത്തൊരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയ്ക്ക് വെറുതെ ഇരുന്നിട്ട് ബോറടിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ തൻ്റെ സാമ്രാജ്യമായ അടുക്കളയിലേക്ക് അലീന ഇറങ്ങുകയാണ്. പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്ന ആ പൗലോസിനൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയമായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും അലീന വകവയ്ക്കാതെ പാചകത്തിനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അലീന പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് കിച്ചണിൻ്റെ ആ ഒരു വഴിയിലോട്ട് സ്റ്റാൻലി പോകുന്നത്. അങ്ങനെ അലീന പാചകം ചെയ്യുന്നത് കാണാൻ ഇടയാവുകയാണ്. പക്ഷേ അത് വളരെ അത്ഭുതത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും നോക്കി നിൽക്കുകയാണ് സ്റ്റാൻലി. എന്നിട്ട് അലീന, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നിനക്ക് വേണ്ടതെല്ലാം പൗലോസിനെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പപ്പ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ചെയ്യുന്നത് കൊണ്ടും സഹായിക്കുന്നത് കൊണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ പൗലോസേട്ടൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഇന്ന് എൻ്റെ വക എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പാചകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പാചകമൊക്കെ കഴിഞ്ഞ ശേഷം അലീന ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം സ്റ്റാൻലിയെ വിളിക്കുകയാണ്. അങ്ങനെ അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് സ്റ്റാൻലിയും ഔദപ്പച്ചനുമാണെങ്കിൽ സ്പൂണും ഫോർക്കും ഉപയോഗിച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് അലീനയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. സ്വന്തം കൈകൊണ്ട് സമാധാനത്തോടു കൂടിയും ആസ്വദിച്ചും കഴിക്കുന്നതായിരുന്നു അലീനയ്ക്കിഷ്ടം. അങ്ങനെ ഫോർക്കും ഇതൊക്കെ ഇനിയും ഇപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിൽ ആലോചിച്ചതിന് ശേഷം ഔദച്ചായൻ അത് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ ഔദച്ചായൻ കഴിക്കുമോളെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സ്പൂണും ഫോർക്കും താഴെ വെച്ചിട്ട് കൈകൾ കൊണ്ട് കഴിക്കുകയാണ് അലീന. പക്ഷേ അത് സ്റ്റാൻലി കാണുകയും സ്റ്റാൻലിക്ക് അത് ഒട്ടും പിടിക്കാതിരിക്കുകയും അതൊരു ടേബിൾ മാനേഴ്സിൽ പെട്ട കാര്യമല്ല എന്നുള്ള ആ ഒരു ബോധത്തിലാണ് സ്റ്റാൻലി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അലീനയെ ദേഷ്യത്തോട് കൂടി വിളിക്കുകയും എന്നിട്ട് ഇനി ഇത് ആവർത്തിക്കരുത്, ഫോർക്കും സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുകയെന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. പക്ഷേ അലീനയ്ക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ടും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ കഴിയാത്തത് കൊണ്ടും അത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടും സങ്കടപ്പെട്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. അങ്ങനെ ഇത് ഔദച്ചായൻ കണ്ടിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, മോള് ശീലിച്ചത് കൈക്കൊണ്ടാണെങ്കിൽ അവൾ അങ്ങനെ കഴിക്കട്ടെ. ഓരോരുത്തർക്കും വയറ് നിറയുന്ന രീതിയും മനസ്സ് നിറയുന്ന രീതിയും വ്യത്യസ്തമായിരിക്കുമല്ലോ. അതുകൊണ്ട് അവൾ ആ രീതിയിൽ കഴിക്കട്ടെ. നീ എന്തിനാ അത് മാറ്റിയെടുത്തിട്ട് അവളെ മെക്കെട്ട് കയറാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഔദച്ചായൻ സ്റ്റാൻലിയോട് അങ്ങനെ ചൂടായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് അതൊട്ടും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.